നമസ്കാരം. കായിക വാർത്തകളും കായിക വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. IPL രാജസ്ഥാൻ റോയൽസിനെ കളിക്കുന്ന ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ആഷ്ടൺ ടേർണർ നാണക്കേടിൻ്റെ പുതിയൊരു ലോക റെക്കോർഡ് തന്നെ കുറിച്ചിരിക്കുകയാണ്. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായ 5 മത്സരങ്ങളിൽ 0-ന് പുറത്തായ ലോകത്തിലെ തന്നെ ആദ്യ ക്രിക്കറ്റർ എന്നൊരു നാണക്കേടിൻ്റെ റെക്കോർഡാണ് ടേർണറുടെ പേരിലായിരിക്കുന്നത്. IPL കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അക്കൗണ്ട് തുറക്കാനാവാതെ ടേർണർ ക്രീസ് വിട്ടിരുന്നു. നമ്മൾ കണ്ടതാണ്. ഇതോടെയാണ് ഒരു ക്രിക്കറ്ററും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു റെക്കോർഡ് താരത്തിന് ചുമക്കേണ്ടി വന്നത്. എന്തായാലും IPL ഡെക്കുകളിൽ ഹാട്രിക്കാണ് ഡൽഹിക്കെതിരെ ടേർണർ സ്വന്തമാക്കിയത്, അല്ലെങ്കിൽ പൂർത്തിയാക്കിയതെന്ന് പറയാം. ഇഷാന്ത് ശർമ്മയാണ് താരത്തിൻ്റെ വിക്കറ്റ് എടുത്തത്. 26-കാരനായ താരം രാജസ്ഥാന് വേണ്ടി 5ാമനായിട്ടാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങാറുള്ളത്. IPL മുമ്പ് കളിച്ച 2 2020കളിലും റണ്ണൊന്നും എടുക്കാൻ ടേർണർക്കായതുമില്ല. ഇതാദ്യമായിട്ടാണ് 2020യിൽ ഒരു താരത്തിന് തുടർച്ചയായ ഇത്രയും മത്സരങ്ങളിൽ 0-ന് പുറത്താവേണ്ടി വന്നത്. ഓസ്ട്രേലിയയിൽ ഫെബ്രുവരിയിൽ നടന്ന ബിഗ് ബാഷ് 2020 ലീഗിൽ പെർത്ത് സ്കോച്ചേഴ്സിന് വേണ്ടി കളിക്കുന്ന സമയത്താണ് ടേർണർ ഡെക്കിന് തുടക്കമിട്ടത്. പിന്നീട് ഓസ്ട്രേലിയൻ ടീം ഇന്ത്യയിൽ പര്യടനം നടത്തിയപ്പോൾ ടേർണറും സംഘത്തിലുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരായ 2020യിൽ 5 പന്തുകൾ നേരിട്ട് റണ്ണൊന്നും എടുക്കാനാവാതെ താരം പുറത്താവുകയായിരുന്നു. IPL നേരിട്ട ആദ്യ പന്തുകളിൽ തന്നെയാണ് 3 മത്സരങ്ങളിലും ടേർണർ പുറത്തായത്. അതായത് ഗോൾഡൻ ഡക്കായിട്ടാണ് അദ്ദേഹം പുറത്തായത്. ലോകകപ്പിനുള്ള 15-അംഗ ടീമിനെ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചപ്പോൾ ആഷ്ടൺ ടേർണറെ ആ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയിട്ടും ഇരുന്നില്ല. എന്തായാലും 2020യിൽ കഷ്ടകാലം തുടരുകയാണെങ്കിലും ഏകദിനത്തിൽ ടേർണർ മോശമില്ലാത്ത പ്രകടനം തന്നെയാണ് ഓസീസിന് വേണ്ടി നടത്തിയത്. ഇന്ത്യക്കെതിരെ നടന്ന ഏകദിന പരമ്പരയിലെ നിർണായക മത്സരത്തിൽ 43 പന്തിൽ 84 റൺസ് അടിച്ചെടുത്ത് ടേർണർ ഓസ്ട്രേലിയയ്ക്ക് അവിസ്മരണീയ വിജയം സമ്മാനിച്ചിരുന്നു. എങ്ങനെ മറക്കാനാണ്? അന്ന് ആ മത്സരം നമ്മളെ തോൽപ്പിച്ചത് ടേർണർ തന്നെയായിരുന്നു. എന്തായാലും 2020യിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടരുകയാണ്. അടുത്ത മത്സരത്തിൽ ടേർണർ പ്ലേയിങ് 11 ഉണ്ടാവുമോ എന്ന് പോലും അറിയത്തില്ല. എന്തായാലും അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഇതിനൊക്കെ പകരം വീട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.